കോട്ടയം രാജവംശവുമായി ഏറെ ബന്ധമുള്ള കൂത്തുപറമ്പ് രാഷ്ട്രീയ പ്രസക്തിയും ഏറെയുള്ള മണ്ഡലമാണ്. വികസനപാതയിൽ കൂത്തുപറമ്പ് കുതിച്ചുപായുമ്പോൾ മണ്ഡലത്തിലെ ആ കാഴ്ചകളിലേക്ക് കടന്നു ചെല്ലാം. രാഷ്ട്രീയ പ്രസക്തിയേറിയ കൂത്തുപറമ്പിൽ വികസനത്തിനും ഏറെ പ്രസക്തിയും പ്രാധാന്യവുമാണ് നൽകുന്നത്. നിരവധി പ്രമുഖ വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്നത്. റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ള പദ്ധതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ നവീകരണത്തിനായി വലിയ തുകയാണ് അനുവദിച്ചത്. കൂത്തുപറമ്പ് ടൗണിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനായി വിഭാവനം ചെയ്ത കൂത്തുപറമ്പ് റിംഗ് റോഡ് പദ്ധതി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 46 കോടി രൂപയാണ് പദ്ധതിക്കായി പ്രതീക്ഷിക്കുന്നത്. മണ്ഡലത്തിലെ റോഡ് വികസനത്തിന് മാത്രം വിവിധ ഘട്ടങ്ങളിലായി 100-ലധികം കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. അമ്പിലാട് മുതൽ കുറ്റിക്കുന്ന് വരെയുള്ള ഭാഗങ്ങളിലെ പൈപ്പ് ലൈൻ മാറ്റുന്നതിനായി മാത്രം 1.35 കോടി രൂപയാണ് അനുവദിച്ചത്. കൂത്തുപറമ്പ്, മൂരിയാട്, കല്ലുവഴപ്പ, വിഴാമല, വിലങ്ങനാട്, വളയം റോഡ് നവീകരണത്തിനായി 25 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള പ്രധാന വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രമായി ഉയർത്താൻ ഓരോ സ്കൂളിനും 5 കോടി രൂപ വീതം അനുവദിച്ചു. കേരള വാട്ടർ അതോറിറ്റി വഴി നടപ്പിലാക്കുന്ന കുടിവെള്ള വിതരണ ശൃംഖലയുടെ നവീകരണത്തിനും പൈപ്പ് ലൈനുകൾ മാറ്റുന്നതിനുമായി വിവിധ ഘട്ടങ്ങളിലായി തുക അനുവദിച്ചു. കുടിവെള്ള പദ്ധതിക്ക് 85.86 കോടി രൂപയാണ് അനുവദിച്ചത്. കണ്ണൂർ ജില്ലയിൽ മൊത്തം അനുവദിച്ച ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളിൽ ഗണ്യമായ ഒരു ഭാഗം കൂത്തുപറമ്പ് മണ്ഡലത്തിലേതാണ്.
വികസനം എല്ലാ മേഖലകളിലും സാധ്യമാക്കി കൂത്തുപറമ്പ് കുതിക്കുമ്പോൾ നാടിന്റെ പ്രതീക്ഷകളും യാഥാർത്ഥ്യമാവുകയാണ്. മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി വികസനങ്ങളിലും പ്രതിഫലിക്കുമ്പോൾ വികസനമെന്ന വാക്കിനിവിടെ അർത്ഥതലങ്ങൾ ഉണ്ടാവുകയാണ്. കണ്ണൂർ ജില്ലയിലെ മലയോര പട്ടണമാണ് പേരാവൂർ. പഴശ്ശിയുടെ പോരാട്ട വീര്യവുമായും കുടിയേറ്റവുമായി അഭേദ്യ ബന്ധമുള്ള പേരാവൂരിൻ്റെ പെരുമ വിളിച്ചൂതിയാണ് ഇവിടെ വികസനത്തിൻ്റെ വെളിച്ചം പരക്കുന്നത്. മലയോര പട്ടണമായ പേരാവൂർ ഇന്ന് വികസനത്തിന്റെ മുന്നേറ്റ പാതയിലാണ്. പ്രധാനമായും റോഡ് ശൃംഖലകളുടെ നവീകരണത്തിനും പാലങ്ങളുടെ നിർമ്മാണത്തിനുമാണ് മണ്ഡലത്തിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. പേരാവൂർ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര ഹൈവേ. കണ്ണൂർ ജില്ലയിലെ പ്രധാന ഭാഗങ്ങൾ പേരാവൂർ മണ്ഡലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. 200 കോടി രൂപയാണ് ഇതിന് വകയിരുത്തിയിരിക്കുന്നത്. ചെറുപുഴ, പയ്യാവൂർ, ഉളിക്കൽ, വള്ളിയാട്, മാനന്തവാടി റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ റീച്ചുകൾക്കായി 100 കണക്കിന് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. മലയോര മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. മറ്റ് മണ്ഡലങ്ങളിലേതുപോലെ പേരാവൂരിലെയും പ്രധാന സർക്കാർ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പേരാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനായി 5 കോടി രൂപ അനുവദിച്ചു. ഇതിന്റെ ഭാഗമായി ആധുനിക ലാബുകളും സ്മാർട്ട് ക്ലാസ് മുറികളും സജ്ജമാക്കി. മണത്തണ
പേരാവൂർ നെടുമ്പൊയിൽ റോഡിന്റെ BM&BC നിലവാരത്തിലുള്ള നവീകരണത്തിന് തുക അനുവദിച്ചിട്ടുണ്ട്. ശിവപുരം മട്ടന്നൂർ കൂട്ടുപുഴ റോഡ് നവീകരണത്തിലൂടെ മണ്ഡലത്തിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി വലിയ തുക പദ്ധതിക്കായി നീക്കിവച്ചിട്ടുണ്ട്. ഇരിക്കൂർ, ബ്ലാത്തൂർ, പടിയൂർ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക അനുമതി ലഭിച്ചിട്ടുണ്ട്. 40 മുതൽ 60 കോടി രൂപ വരെയാണ് റോഡ് വികസനത്തിനായി നീക്കിവച്ചത്. മലയോര മേഖലയിലെ പുഴകൾക്ക് കുറുകെ പുതിയ പാലങ്ങൾ നിർമ്മിക്കുന്നതിനും പഴയവ പുനർനിർമ്മിക്കുന്നതിനും ഫണ്ട് ലഭ്യമാക്കി. വന്യജീവി സങ്കേതത്തോടും ടൂറിസം മേഖലയോടും ചേർന്നുള്ള ഭാഗങ്ങളിൽ പുതിയ പാലങ്ങൾക്കായി ഭരണാനുമതി ലഭിച്ചതും നേട്ടമായി. മലയോര മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ജല അതോറിറ്റി വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് ധനസഹായം നൽകുവാനും നടപടി സ്വീകരിച്ചു. പേരാവൂരിൻ്റെ സമഗ്രമായ വികസനം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ ഫലം കാണുമ്പോൾ ഒരു നാട് മുന്നേറ്റത്തിൻ്റെ പാതയിലൂടെ നീങ്ങുകയാണ് ജനസ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്.